സെബാസ്റ്റ്യൻ മിണ്ടിയില്ലെങ്കിലും തെളിവുകൾ സംസാരിക്കും. ആലപ്പുഴ ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ 24 പുറത്തു കൊണ്ടുവന്ന വെളിപ്പെടുത്തലുകളിൽ അന്വേഷണത്തിനൊരുങ്ങി ക്രൈംബ്രാഞ്ച്. വെളിപ്പെടുത്തലിന്റെയും ശബ്ദരേഖയുടെയും അടിസ്ഥാനത്തിൽ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തും. പ്രതി സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനും ക്രൈംബ്രാഞ്ച് സംഘം നീക്കം തുടങ്ങിയിട്ടുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് ചെയ്തു. ടോബി, അതിനിർണായക ഒരു വെളിപ്പെടുത്തലാണ് ബിന്ദു തിരോധാന കേസുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ ഒരു വീട്ടമ്മ ഇന്നലെ നടത്തിയത്. ബിന്ദു കൊല്ലപ്പെട്ടുവെന്നും അത് സാധൂകരിക്കുന്ന ചില ശബ്ദരേഖകളുടെ തെളിവുകളും പുറത്തുവിട്ടിരുന്നു. അന്വേഷണത്തിന് പുതിയൊരു മാനം വരികയാണോ? പുതിയ ആംഗിളിലേക്ക് അന്വേഷണം നീങ്ങുകയാണോ? തിരോധാനത്തിന്റെ ചുരുളഴിക്കാൻ ഈ വെളിപ്പെടുത്തൽ നിർണായകമാകുമോ ടോബി? തീർച്ചയായിട്ടും സുഹൈൽ, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം എങ്ങും എത്തില്ലെന്ന് കരുതിയ ഒരു കേസ്, സെബാസ്റ്റ്യൻ എന്ന പ്രതിയെ വെറുതെ വിട്ട കേസ്, ആ കേസിലാണ് നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവ് വന്നിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് സെബാസ്റ്റ്യൻ്റെ അയൽവാസിയായിട്ടുള്ള ആ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ തന്നെയാണ് 24-നോട് നടത്തിയത്. അതായത് ബിന്ദു കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഒരു വെളിപ്പെടുത്തലിന് പിന്നാലെ ക്രൈംബ്രാഞ്ച്, ആലപ്പുഴ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീയുടെ അടക്കം മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ 6 പേരുടെ ഒരു പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ ശബ്ദ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ള 6 വ്യക്തികളുടെയും മൊഴികൾ വിശദമായി രേഖപ്പെടുത്തി എന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്ന് പരിശോധിക്കുകയാണ് ഈ ക്രൈംബ്രാഞ്ച് സംഘം നടത്തുന്നത്. അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഈ സോഡ പൊന്നപ്പൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ സെബാസ്റ്റ്യൻ്റെ സഹായി എന്ന് പറയുന്ന ഫ്രാങ്ക്ലിൻ, അവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം തന്നെ. അതിൽ നിന്നെല്ലാം കൂടുതൽ ഓപ്പണിംഗ്, ഈ ഒരു കേസിൽ ഒരു ഓപ്പണിംഗ് കിട്ടുമോ എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം നോക്കുന്നത്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ജൈനമ്മ കേസിൽ റിമാൻഡിൽ കഴിയുന്ന സെബാസ്റ്റ്യനെ കൂടി അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വെളിപ്പെടുത്തലോടുകൂടി അന്വേഷണ സംഘത്തിന് ഈ കേസിൽ ഒരു ഓപ്പണിംഗ് കിട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബിന്ദു തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ്, അല്ലെങ്കിൽ അതൊരു കൊലപാതകമാണെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അത് ആ രീതിയിൽ തന്നെ അന്വേഷിക്കാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുള്ളത്. സുഹൈൽ, ടോബി ജോൺസാണ് കോട്ടയത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മൗനം കൊണ്ട് സെബാസ്റ്റ്യൻ പടുത്തുയർത്തിയ ഈ നുണക്കോട്ടയുടെ വാതിൽ അത് ഇത്തരത്തിൽ തെളിവുകൾ നിരത്തുമ്പോൾ പൊളിയുമെന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടേതെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഇത് സെബാസ്റ്റ്യന്റെ കുരുക്കുമുറുക്കും. ഇപ്പോൾ ബിന്ദു തിരോധാന കേസിലും അതിനിർണായകമായ വെളിപ്പെടുത്തലാണ് ഇന്നലെ 24 ഒരു വീട്ടമ്മ നടത്തിയിരിക്കുന്നത്. ചുമ്മാതെ ഒരു വെളിപ്പെടുത്തൽ മാത്രമല്ല, അത് സാധൂകരിക്കുന്ന ശബ്ദരേഖയുമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ ക്രൈംബ്രാഞ്ചിന്, അന്വേഷണ സംഘത്തിനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടോബി ജോൺസണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.